അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. തൊടുപുഴയാറിന് കുറുകെയുള്ള ലതാപാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി അപകട ഭീഷണിയാകുന്നു. ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിലെ നടപ്പാതയോട് ചേർന്നുള്ള ഭാഗത്താണ് കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. മൂവാറ്റുപുഴ നഗരത്തിലെ പ്രധാന പാലങ്ങളിലൊന്നായ തൊടുപുഴയാറിന് കുറുകെയുള്ള ലതാപാലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴി അപകട ഭീഷണി ഉയർത്തുന്നു. സംസ്ഥാന പാതയായ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ലതാപാലത്തിലാണ് യാത്രക്കാരെ ദുരിതത്തിലാക്കി വലിയ കുഴി രൂപപ്പെട്ടിരിക്കുന്നത്. പാലത്തിലെ നടപ്പാതയോട് ചേർന്നുള്ള ഭാഗത്ത് കുഴി രൂപപ്പെട്ട് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴിയിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. ഇരുചക്ര വാഹന യാത്രക്കാരാണ് കൂടുതലായും ദുരിതത്തിലായിരിക്കുന്നത്. ടാടങ് ഇളകി മെറ്റലുകൾ നടപ്പാതയിൽ ഉൾപ്പെടെ ചിതറിക്കിടക്കുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്ര വാഹന യാത്രക്കാർക്കും ഭീഷണിയാകുന്നു. ദിനംപ്രതി ആയിരക്കണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന പാലത്തിൽ കുഴി രൂപപ്പെട്ടിരിക്കുന്നത് പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള പാലത്തിന് വെല്ലുവിളിയാകുകയാണ്. ഇതിനെല്ലാം പുറമെ പാലത്തിനോട് ചേർന്ന വിവിധയിടങ്ങളിൽ ടാടങ് ഇളകി മാറിയ നിലയിലുമാണ്. നഗരവികസന പ്രവർത്തനങ്ങൾക്കൊപ്പം മഴ ശക്തമായതോടെ നഗരത്തിലെ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.